BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ യാതൊരുവിധ നിയമ തടസ്സങ്ങളില്ലെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ വി ശിവൻകുട്ടി പറഞ്ഞു. മുൻകാല കോടതി വിധികൾ പരിശോധിച്ചാൽ ഈ കാര്യം ആർക്കും വ്യക്തമായി മനസ്സിലാക്കാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൽ നിയമപരമായി തടസ്സമില്ലെന്ന് പറയുകയാണ്. നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി അല്ലല്ലോ ഉപയോഗിച്ചത്. ഒപ്പിട്ട SSK ഫണ്ട് വാങ്ങാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അത് ക്യാപ്റ്റൻ അബേൻസ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് പഠിക്കാൻ വേണ്ടി ഒരു സമിതി കൂടെ രൂപീകരിച്ചല്ലോ. അതിന് മുമ്പ് ഇലക്ഷന് ഗവൺമെൻറ് വന്നില്ലേ, പുതിയ ഗവൺമെൻറ് വന്നില്ലേ. അതൊക്കെ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ പത്രക്കാർ പറയുന്ന ഡേറ്റിൽ പഠിച്ചു തീരാൻ വേണ്ടി പറ്റുമോ? അല്ല, അതിപ്പോൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് കൂടാൻ പറ്റുമോ? ഞങ്ങളുടെ സൗകര്യം കൂടെ നോക്കിയാലേ കൂടാൻ പറ്റുള്ളൂ. അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയേണ്ട അഭിപ്രായം പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞല്ലോ, MOU നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ MOU ഒപ്പിട്ട ശേഷം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളാൽ ആ MOU നിന്ന് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പഠിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയെ വെച്ച് അതെല്ലാം ഞങ്ങളുടെ LDFൻ്റെ അകത്തുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അതെല്ലാം ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതിന് വീണ്ടും ചോദിച്ച് കൂടാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെട്ടിട്ടില്ല, അത്ര തന്നെ. അതിൻ്റെതായ നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അല്ലാതെ പരിശോധിക്കേണ്ട കാര്യമില്ല. അന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും പരിശോധിക്കേണ്ടി വന്നതെന്താ? നിയമപരമായി ഇത് പിൻവലിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള സംശയം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. നിയമപരമായി പിൻവലിക്കുന്നതിന് വേണ്ടി ഒരു തടസ്സവുമില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആ കത്തിൻ്റെ കാര്യമൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? കത്തിൻ്റെ കാര്യമൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു സുഹൃത്തെ? എത്രയോ പ്രാവശ്യം പറഞ്ഞു കത്തിൻ്റെ കാര്യം. കത്ത് കൊടുത്തു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അത് നിങ്ങളുടെ അഭിപ്രായമാണ്. എനിക്ക് ആ അഭിപ്രായം ഇല്ല. അല്ല, അത് കമ്മിറ്റി വച്ചേക്കല്ലേ പഠിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടില്ലേ പൂർണ്ണമായി പിന്മാറാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുന്നോട്ടെ. അത് നിങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ കമ്മിറ്റി വെച്ചു, പഠിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. പഠിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്ത് തീരുമാനിക്കും? അതിന് മുമ്പേ ഇലക്ഷനായി ഗവൺമെൻറ്റായി അങ്ങ് പോയി. അല്ല, ഇനി വീണ്ടും പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അതൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് ഇതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. അതിനനുസരിച്ച് ഞാൻ മറുപടി പറയണമെന്നില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കമ്മിറ്റി കൂടാൻ പറ്റിയിട്ടില്ല. ഇനി കമ്മിറ്റി കൂടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്ത് വേണം? LDF ഭരണകാലത്ത് പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ആദ്യം ഒപ്പിട്ടിരുന്നുവെങ്കിലും പിന്നീട് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അതിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയാണ് ചെയ്തത്. അന്ന് ഇടതുപക്ഷ തീരുമാനത്തിനെതിരെ സമരം ചെയ്തവരാണ് ഇന്ന് യാതൊരു മടിയുമില്ലാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നും PM ശ്രീയിൽ നിന്ന് കേരളം ഇതുവരെ ₹1 പോലും കൈപ്പറ്റിയിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന പുതിയ UDF സർക്കാരിനോട് നിർണായകമായ ചില ചോദ്യങ്ങളും വി ശിവൻകുട്ടി ഉന്നയിച്ചു. വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്രത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലും നടപ്പിലാക്കാൻ UDF സർക്കാർ തയ്യാറെടുക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ ഈ നയം നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന ഈ നയം സംസ്ഥാനത്ത് ഒരു കാരണവശാലും നടപ്പിലാക്കില്ലെന്ന കൃത്യമായ നിലപാടായിരുന്നു LDF സർക്കാരിനുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ നിലവിലെ UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും യഥാർത്ഥ നിലപാട് എന്താണെന്ന് ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.